ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ മെയിനായിട്ട് കൃഷി ചെയ്യുന്നൊരു മഴമറ. ഒരു 1-2 വർഷമായി നമ്മളിത് പണിതിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളിതിനകത്ത് ഗ്രോ ബാഗിൽ ടൊമാറ്റോയും വേറെ കുറേ പച്ചക്കറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചില വീഡിയോസ് നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. ഒരു മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോപോണിക് രീതിയിൽ കുറേ ടൊമാറ്റോ വളർത്തുന്ന വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറിയ ടൊമാറ്റോയുടെ വീഡിയോസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ഈ ഒരു ഫുൾ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെ കുറച്ച് പച്ചക്കറികൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് നമ്മളത് കുറച്ച് ഗ്രോ ബാഗിലും മണ്ണിലും കുറച്ച് ഗ്രോ ബാഗിൽ ഹൈഡ്രോപോണിക് രീതിയിൽ അങ്ങനെയൊക്കെ ഒരു ചെറിയ രീതിയിലായിരുന്നു ഇതുവരെ കൃഷി കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഫുൾ ഏരിയ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇതിനകത്ത് ഫുള്ളായിട്ടൊരു ഹൈഡ്രോപോണിക് സിസ്റ്റം സെറ്റാക്കാൻ നമുക്ക് പറ്റിയത്. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പൈപ്പുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിനൊരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി. അപ്പോൾ ബേസിക്കലി ഒരു 10 സെറ്റ് പൈപ്പിൻ്റെ ഒരു ഹൈഡ്രോപോണിക് സിസ്റ്റമാണിത്. മെയിനായിട്ട് വലിയ പ്ലാന്റ്സിന് വേണ്ടിയിട്ട്, അതായത് വള്ളിയായിട്ട് പോകുന്ന കുക്കുംബർ, ടൊമാറ്റോ അതുപോലുള്ളതും പിന്നെ ക്യാപ്സിക്കം പോലുള്ള കുറച്ച് വലുതായിട്ട് വളർന്ന പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 6 ഇഞ്ച് പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു റോയിൽ ഏകദേശം ഒരു 40 പ്ലാന്റ്സ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. 12 മീറ്ററിനടുത്താണ് ഒരു പൈപ്പിൻ്റെ നീളം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രോപോണിക് സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെയായിരുന്നു, ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഏകദേശം കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇതിലുള്ള ഏകദേശം കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. വെൽഡിങ് വർക്ക്സിന് വേണ്ടിയിട്ട് മാത്രം ആളെ വിളിച്ച് വിളിയുന്നു. ബാക്കിയുള്ള പ്ലംബിങ്ങും ഇതിൽ ഹോൾ ഇടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ എന്തായാലും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു 2 മാസത്തോളം എടുത്തു. എനിക്ക് ഡെയിലി കിട്ടുന്ന ഒരു 2 മണിക്കൂറാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. അങ്ങനെ ഒരു 2-2.5 മാസത്തോളം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കാണുന്ന രീതിയിൽ ഇതിൻ്റെ പ്ലംബിങ്ങും പിന്നെ ഓട്ടോമേഷനും പൈപ്പിങ്ങും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ദിവസമായിട്ട് ന്യൂട്രിയൻസ് ഇല്ലാണ്ട് വാട്ടർ റൺ, വെള്ളം മാത്രം ഇട്ടിട്ട് ട്രയൽ റണ്ണൊക്കെ നടത്തി ഒരു ദിവസം സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് pH ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് സർക്കുലേഷൻ ഓൺ ആക്കി ഇട്ടിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴേക്കും വലിയ പ്രശ്നമൊന്നുമില്ല, പ്രോപ്പറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. pH ഉം ന്യൂട്രിയൻ ലെവലൊക്കെ ആവശ്യത്തിനുള്ള രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളുണ്ടാക്കിയ ഈ ടൊമാറ്റോ പ്ലാന്റ്സ് ഒക്കെ ഇതിനകത്ത് വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ, അതായത് പോളി ഹൗസിന് വേണ്ടി ചെയ്യുന്ന ഇൻഡിറ്റർമിനേറ്റ് ടൊമാറ്റോ ആണ്. അപ്പോൾ ഈ ഇൻഡിറ്റർമിനേറ്റ് ടൊമാറ്റോ എന്താണെന്ന് നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സിഞ്ചൻഡ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സീഡ്സിലുള്ള ടൊമാറ്റോയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഒരു വലിയ സിസ്റ്റം ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ വയ്ക്കാൻ പോകുന്നത് അതേപോലുള്ള ഒരു ഇൻഡിറ്റർമിനേറ്റ് ടൊമാറ്റോ ആണ്. പക്ഷേ ഇത് റിസ്വാൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സീഡ്സുകൾ കിട്ടുന്ന ഒരു കമ്പനിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് നമുക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ടൊമാറ്റോ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സീഡിന് ഏകദേശം 10 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് കുറച്ച് കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഈ പ്രോട്രയിലൊക്കെ ഇട്ട് മുളപ്പിച്ച് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട കറക്റ്റ് സമയത്തിന് ഇരിപ്പുണ്ട്. 4 ട്രേ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ആയിട്ട് എൻ്റെ ഒരു 400 ടൊമാറ്റോയുടെ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫുൾ സിസ്റ്റത്തിനകത്ത് നമ്മൾ 400 ടൊമാറ്റോയുടെ പ്ലാന്റ്സ് നമ്മൾ ഇന്ന് വയ്ക്കുകയാണ്. വയ്ക്കുമെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ മുന്നേ പല വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ നെറ്റ് പോട്ടിൽ ലീക്ക ബോൾസ് ഇട്ട് വയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിന് ശേഷം വരുന്ന അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളെ പല വീഡിയോകളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, നല്ല ചൂടാണ് ഇതിനകത്ത്. വേനൽക്കാലം തുടങ്ങുകയാണ്, എങ്ങനെ വരുമെന്നൊരു പിടിയില്ല. ടൊമാറ്റോ ഒക്കെ അത്യാവശ്യം ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ മാർച്ച് ക്ലൈമറ്റിലും പിന്നെ പോളിയോസിനുള്ളിൽ, അതായത് ഈ റെയിൻ ഷെൽട്ടറിനുള്ളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഷീറ്റിനുള്ളിൽ എന്തായാലും ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇത് എങ്ങനെ വരുമെന്നൊന്നും ഒരു പിടിയില്ല. ഫസ്റ്റ് എക്സ്പെരിമെൻ്റാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ഇനിയുള്ള വീഡിയോകളിൽ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതിനെയൊക്കെ പോട്ടിലോട്ട് വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം.